ഈ ഒരു ഐറ്റം കഴിഞ്ഞ ദിവസം കിട്ടിയതായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും ഒരു ഡെക്കോർ ഐഡിയ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ പീസും പിന്നെ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. ദെൻ ഒന്ന് പെയിൻറ് ചെയ്യുന്നും കൂടിയുണ്ട്. ഇനി നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ, നിഹാരിക, സയ, സിനാൻ, അഹല്യ, ലക്ഷ്മിപ്രിയ, ഷെയ്ഖ, ഹനാൻ, ലച്ചു, എയ്ഡ ആൻഡ് തൻഹയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹായ് ഓൾ. രണ്ട് ഐറ്റവും പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പെയിൻറ് ചെയ്യാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. എപ്പോഴും നമ്മൾ പിങ്ക് തീമിലല്ലേ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഇത്തവണ ബ്ലൂ ചെയ്യാമെന്ന് കരുതി. പിന്നെ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് കുറച്ച് റൗണ്ട് ഇതേപോലെ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പൈപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ദെൻ ആ ഒരു സറൗണ്ടിങ്സിലേക്ക് സ്പോഞ്ചിൽ ബ്ലൂ പെയിൻ്റ് ആക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ കിട്ടും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറച്ച് ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ റൗണ്ടിൽ ആ ഒരു പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പരിപാടി. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് വോളിലേക്കും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി പൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൻ്റെ റോൾ എടുത്താലും മതി. അതും സെയിം പ്രോസസ്സിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.